Guys, so welcome back to another video. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് geekboz-ന് നമ്മൾ ഒരു വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി പുതിയ കുറെ അപ്ഡേറ്റ്സുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അതേപോലെ തന്നെ പുതിയ ക്യാബിനറ്റ് കുറെ PC ബിൽഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ദിസ് പ്രശാന്ത് ആർ വാച്ചിങ് geekboz TV. അപ്പോൾ നമ്മൾ ഇന്ന് geekboz-ലോട്ട് കയറുകയാണ്. അപ്പോൾ ഈ വ്ലോഗ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള വ്ലോഗൊന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഒക്കേഷണൽ വ്ലോഗുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സുകൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ടെക് അപ്ഡേറ്റ്സ് എല്ലാം ഓക്കെ. അപ്പം ഗൈസ് നമുക്ക് നേരെ കയറിയിടാം. നമ്മുടെ നിവിൻ കൂടെ ഉണ്ട്. അപ്പം നിവിനുണ്ട്. അപ്പം നമ്മുടെ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് കാണിക്കാം. ഇവിടെ റോഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റോഷൻ നമ്മൾ കളിയാക്കിയായിരുന്നു. അപ്പോൾ റോഷൻ എന്താണ് റോഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് പറയൂ. ഞാൻ ഇവിടുത്തെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്. വീഡിയോ ആണല്ലേ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ് റോഷൻ ബിജു. അതായത് പുള്ളിക്കാരനാണ് നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഇവിടുത്തെ സ്ട്രാറ്റജീസ് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന്. അപ്പോൾ ഞാൻ ഉണ്ടാവില്ല. ഐ ആം ഔട്ട് ഓഫ് ദിസ് ബിസിനസ്. ഓക്കെ ഗൈസ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നിവിനാണ് മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രവീൺ geekboz-ന്റെ ഫ്രണ്ട് ലൈൻ കുറച്ച് ഷൈ ആണെന്ന് തോന്നുന്നു സ്റ്റിൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് ഈ വരുന്ന കോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ geekboz ഈ വീഡിയോ ഒക്കെ കണ്ട് വിളിക്കുന്ന ആൾക്കാരെല്ലാം ഫ്രണ്ട് ലൈനിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഫ്രണ്ട് ലൈനാണ്. ഇനി ഒരെണ്ണമുണ്ട്, അത് എറണാകുളത്താണ്. അത് നമുക്ക് എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ അടുത്തൊരു വ്ലോഗ് ചെയ്യാം. അപ്പോൾ ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിടെക്കിൻ്റെ ജി പ്രോയുടെ ബ്ലാക്ക് എഡിഷൻ, ബ്ലാക്ക് കളറിൽ ഒരു മൗസ് വന്നിട്ടുണ്ട്. ജി പ്രോ എക്സ്. നേരത്തെ നമ്മൾ വൈറ്റ് ഇവിടെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ബ്ലാക്ക് കളറാണ്. പലരും ബ്ലാക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എത്രയായിരുന്നു ഇതിൻ്റെ റേറ്റ്? ജി പ്രോ എക്സിൻ്റെ ജി പ്രോ എക്സ് അറൗണ്ട് ഒരു 12,000 അല്ലേ, 13 രൂപ റേഞ്ചിനകത്തൊക്കെയാണ് വാല്യൂ വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ പുതിയ 13,000 രൂപയോളം വരുന്നുണ്ട് ഈ ജി പ്രോ എക്സ്. അതും കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള റേഞ്ചിലുള്ള മൗസസ് ആണ് കേട്ടോ. അതെ, അതേപോലെ 512 അല്ലേ, G512 കാർബൺ. അത് ബ്ലൂ സ്വിച്ചസ് വന്നിട്ടുണ്ട്. കുറച്ച് ARGB ഫീച്ചേഴ്സ് ഉള്ള പ്രീമിയം ഗെയിമിംഗ് കീബോർഡാണ്. അതേപോലെ തന്നെ വേറെയും കുറേ അക്സസറീസ് ഉണ്ട്. നമ്മൾ സ്ഥിരം കാണിക്കുന്നതായിട്ട് ഞാൻ എല്ലാത്തിനോടും പോകുന്നില്ല. പിന്നെ നമ്മുടെ ടോപ്പ് ഓഫ് ദ ലൈൻ 7950X 3D നമ്മളൊരു PC ബിൽഡിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ ബിൽഡിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡിൽ ഓൾമോസ്റ്റ് 4070 Ti ഉണ്ടല്ലേ, 4070 Ti. അതേപോലെ തന്നെ 6650 4070 വന്നിട്ടുണ്ട്. 4070 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ബട്ട് ദിസ് ഈസ് ഇന്നോ 3D. അന്ന് സൊഡാക്ക് ആയിരുന്നു കാണിച്ചത്. ഇതേപോലെ 4090 MSAയുടെ ഗെയിമിംഗ് എക്സ് ട്രയോ. വളരെ ഹെവി ബിൽഡിന് ഓൾറെഡി മാറ്റി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറെയും കുറേ കോമ്പണൻസ് ഒക്കെ ഉണ്ട്. ദെൻ അബി ഇവിടെ നിൽപ്പുണ്ട് ലോജിടെക്കിൽ നിന്ന്. അപ്പോൾ അബി ഹായ്. അപ്പം ഇതാണ് അബിന്. നമ്മൾ നേരത്തെ റീൽസിലും വീഡിയോസിലൊക്കെ അബിയെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലോജിടെക്കിൽ എന്താ ചെയ്യണേ? ലോജിടെക് ഞാൻ സെയിൽസ് മാനേജറാണ്. ഓൾ കേരള ഗെയിമിംഗ് ആൻഡ് CMP മോഡലാണ്. ഓക്കെ. ഗെയിമിംഗ് സെഗ്മെന്റ് അബിയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ മറ്റേ FFKYCയുടെ മീറ്റപ്പിൽ അബീനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, പക്ഷേ ലോജിടെക്കിന്റെ കുറേ പ്രോഡക്റ്റ്സ് ഇവിടെ ഇരിപ്പുള്ളതുകൊണ്ട് അബീനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളൂ കേട്ടോ. നമ്മുടെ എക്സ്പീരിയൻസ് സോണിൽ കുറച്ച് റെനോവേഷൻസ് ഞാൻ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ മിനി പി സി ഇതൊന്ന് ഓണാക്കാമോ ജസ്റ്റ് ഒന്ന്? അപ്പം ഈ ഒരു PC-യുടെ നമുക്കിന്ന് ഓണാക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഒരു സെറ്റപ്പ്. അതെ, അവ ലൈറ്റഡൊക്കെ ആയിട്ട് നമ്മൾ ഒരു ചെറിയൊരു PC ആണ്. കുറച്ച് വയേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഈ ഒരു മിനി PC-യിലാണ് നമ്മൾ സ്റ്റിയറിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ നമ്മുടെ സിമുലേഷൻ ഗെയിംസൊക്കെ നമ്മളിവിടെ ട്രൈ ഔട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് ഓഫ് ദ ലൈൻ PC ഇവിടെ LG പവേർഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ PC. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഇത് ബിൽഡ് വീഡിയോ ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കിതൊരു വ്ളോഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഗൈസ് കണ്ടോ, PC ഇത് കസ്റ്റം ലൂപ്പാണ്. ഇതിന് വേണ്ടി ഒരു 3-4 ദിവസം ഞാൻ മെനക്കെട്ട് കേട്ടോ. അതേപോലെ തന്നെ Ryzen 9 എന്തോ ആണ്. അതേപോലെ തന്നെ RTXന്റെ 3080 ടഫ് എഡിഷൻ ബോർഡ്, ടഫ് എഡിഷൻ ഗ്രാഫിക്സ് കാർഡ്, പിന്നെ കസ്റ്റം ലൂപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ geekboz-ൽ വന്നാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഫുൾ വെള്ളമൊക്കെ പോകുന്നത് കാണുമല്ലോ. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് 2 വർഷത്തിന് മുമ്പൊക്കെ കസ്റ്റം ലൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൗസ് ഓവർ നമ്മൾ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഈ വീഡിയോയുടെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു മൗസ് പാഡ് ഉണ്ടോ, വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മൗസ് പാഡാണ്. ഇത് നമ്മുടെ ടെക്നോ ഫാക്ടറിയിലെ സുമോദായിട്ട് നമുക്ക് റിവ്യൂവിന് അയച്ചു തന്ന മൗസ് പാഡാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള മൗസ് പാഡ്. കുറേ കോമ്പണൻസിൻ്റെ ഇതിപ്പോൾ നിങ്ങൾ ടെക് എന്തൂസിയാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ മൗസ് പാഡ് TKFന്റെ ബ്രാൻഡിങ്ങിൽ ഇറക്കിയതാണ്. അതും
ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇരിക്കുന്ന ആന്റി സ്പോർട്സിന്റെ ഒരു ബന്ധമില്ല, അത്രയും പ്രീമിയം ആണ് ഈ ഒരു മൗസ് പാഡ്. ഇത് വൈറ്റ് കളർ. അതേപോലെ തന്നെ ആഷിക്കും സനു എന്താ ഈ ഇതിന്റെ രണ്ടിന്റെയും കളേഴ്സ് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാ കണ്ടില്ലേ, ഇത് ബ്ലാക്ക്, ഇത് ഒരു എന്താ പറയാ ഒരു മൾട്ടി കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾക്ക് ഇതിലും നമ്മൾ കോമ്പണൻസിന്റെ ഒക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ബിഗ് ഷൗട്ട് ഔട്ട് ടു ടെക്നോ ഫാക്ടറി സുമോദേട്ടൻ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മൗസ് പാഡ് ഈ കളേഴ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതാ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഡെഫിനറ്റ്ലി താല്പര്യമുള്ളവർ വാങ്ങിച്ചു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. സോഫാർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ആന്റി സ്പോർട്സിന്റെയും അല്ലെങ്കിൽ ഇതാ ഈ പറഞ്ഞ ഡ്രാഗൺ ഏജ് റൈസർ എഡിഷൻ ആണ്. ഇതിന്റെയൊക്കെ വില 1300 രൂപയാണ്. എന്നാൽ ഇവിടെ 990 രൂപ റേഞ്ചിനകത്ത് നിങ്ങൾക്ക് TKFന്റെ ബ്രാൻഡിങ്ങിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗസ് പാഡ്സ് കിട്ടും. ഉണ്ട്, ആ ക്വാളിറ്റി അത്രയും പ്രീമിയം ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ സുമോദേട്ടന് ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ടെക്നോ ഫാക്ടറിയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കിട്ടിയത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ പ്രത്യേകം പ്രൊമോഷൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ഇവിടെ സനുവും ആഷിക്കും എന്താ ഇവിടെ ഇരിപ്പുണ്ട്, കൺസൾട്ടേഷന്റെ തിരക്കിലാണെന്ന് തോന്നുന്നു. അപ്പം സനു പറയൂ, എന്താണ് അപ്ഡേറ്റുകൾ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹൈ എൻഡ് ബിൽഡ് ഉണ്ട്. ഓക്കെ, ഏത് ബിൽഡാണ് ഇനി ചെയ്യാനുള്ളത്? നേരത്തെ കൊടുത്ത 7950X3D നമ്മുടെ കോഴ്സ് കണ്ടിട്ട് കുറച്ച് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ പുതിയ 4070 ഒന്ന് ക്ലിക്ക് ആയിട്ടുണ്ട്. അസീസിന്റെ ഡ്യുവൽ എഡിഷൻ നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടെന്ന് 4070 ഡ്യുവൽ എഡിഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ട് വീഡിയോ അല്ലേ? ആ വീഡിയോ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അല്ലേ ഇവനെ? 8.3K ഈ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 8300 പേര് വിത്തിൻ 1 ഡേ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു ഹ്യൂജ് സർപ്രൈസ് ആണ്. അപ്പോൾ ആഷിക്കേ, എന്താണ് നമ്മുടെ പുതിയ അപ്ഡേറ്റുകൾ? പ്രൊസസർ കത്തിപ്പോയെന്നൊക്കെ കേട്ടല്ലോ, 7800X3D. അതെല്ലാം ആസിയോസിന്റെ റോഗിന്റെ വോൾട്ടേജിന്റെ പ്രശ്നമാണ്. അതിപ്പം അടുത്ത വരുന്ന അപ്ഡേറ്റിനകത്ത് ബയോസിന് മാറ്റിയെന്നാണ് പറയുന്നത് അല്ലേ? ഇത് ഞാൻ പറഞ്ഞ നേരത്തെ ഹരി അസൂസിന്റെ ഫാൻ ബോയ് ആണ്. അപ്പൊ ഹരി അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇതേപോലത്തെ ഇതൊരു PC ബിൽഡിന്റെ കേട്ടോ. ഇതെങ്ങോട്ടാ ഇതെങ്ങോട്ടാ ഈ PC പോകുന്നത് നോക്കാം. ഇത് തൃശ്ശൂരാണ് അല്ലേ? ഓക്കെ, അജീഷ് തൃശ്ശൂരിലത്തേക്കുള്ള ചെറിയൊരു PC ബിൽഡാന്ന് തോന്നുന്നു. ഒരു 50K ബഡ്ജറ്റിനകത്തൊക്കെ വരുന്നതാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കുറേ അപ്ഡേറ്റ്സ്, ലിക്വിഡ് കൂളേഴ്സ് ചെയ്യാം, കുറേ അപ്ഡേറ്റ്സുകൾ കൂളേഴ്സിൻ്റെ സെഗ്മെന്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിയൂജിൻ 360 നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള മോഡലായിരിക്കും. പക്ഷേ റിയൂ 2 എൻ്റെ മുഹിൻ്റെ ബോക്സിൻ്റെ വെയിറ്റ് എന്നാ നോക്കട്ടെ. റിയൂ 2 ഉണ്ടോ, കിടിലം കൂളറാണ്. മറ്റേ നമ്മുടെ അനിമേ മെട്രിക്സ് ഉണ്ടല്ലോ, മെട്രിക്സ് ടൈപ്പിലുള്ള ഡിസൈനൊക്കെ ഉള്ള മോഡൽ കേട്ടോ. അതേപോലെ തന്നെ ഇത് H150 Elite LCD XP നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതായിരുന്നു. കോസേൻ്റെ കൂളേഴ്സ് ഉണ്ട്, എയർ കൂളേഴ്സിൽ AK400 അതിൻ്റെ വൈറ്റ് എഡിഷൻ. പിന്നെ ആൾസേ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഡെഡിക്കേറ്റഡ് ആയിട്ട്, ബട്ട് സ്റ്റിൽ നമ്മളതിൽ എന്താ പറയുക കുറേ ആൾക്കാർക്ക് PC ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് കാണാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ PSU സെഗ്മെന്റ്സ് എല്ലാം ഉണ്ട്, 1000 വാട്ട്സ് സ്ട്രിക്സ്. പിന്നെ ഇത് നമ്മുടെ ഫാനിന്റെ സെഗ്മെന്റ് ആണ്. അഗൈൻ പ്രജീഷ് KP, എന്താണ് പുതിയ അപ്ഡേറ്റ്? പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് പ്രതീക്ഷ പറയുന്നത്. PC ബിൽഡൊക്കെ എങ്ങനെ പോകുന്നു? നമ്മുടെ എല്ലാ ബിൽഡുകളും കോർസ്റ്റെല്ലാറിനെ പറ്റി അഭിപ്രായം കമന്റ്സ് ഒക്കെ വായിച്ചോ, നോക്കിയായിരുന്നോ? വീഡിയോ കണ്ടില്ല എന്നാണ് പറഞ്ഞത്, നാണക്കേട്. എന്താ ഇവനെ ഇത് വീഡിയോ കണ്ടില്ല പ്രതീക്ഷ? അപ്പം എന്തായാലും കാരണം പ്രതീക്ഷ കാണാത്തതിന്റെ കാര്യം പ്രതീക്ഷയാണ് ബിൽഡ് ചെയ്തത്, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാണണമെന്നില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ തവണ കീബോർഡ് സെഗ്മെന്റ്സ് ഇതിലോട്ട് ഞാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ അവിടെ ലോജിടെക്കിന്റെ G29 ഉണ്ട്. G29ന്റെ എക്സ്പീരിയൻസ് നമുക്കതാ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റോഷൻ അവിടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ടേബിൾ PC ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കുറച്ച് ക്യാബിനറ്റ്സ് ആണ്, ഹൈ എൻഡ് ആയിട്ടുള്ള കുറച്ച് ക്യാബിനറ്റ്സ് ആണ്. ഇത് കുളമാഷിന്റെ തന്നെ ഹാഫ് 700 EVO, വൺ ഓഫ് എ കൈൻഡ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാബിനറ്റ് ആണ്. അതേപോലെ തന്നെ ഇത് അസൂസിന്റെ റോഗിന്റെ GR701 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു അറിയാമല്ലോ, നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിന്റെ ദുബായ് PC എന്ന് പറയുന്ന രീതിയിലുള്ള ഡിസൈനിലുള്ള ക്യാബിനറ്റ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ദിസ് ഈസ് ഫസ്റ്റ് മോഡൽ ഇൻ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മോഡലാണ് ഈ ഒരു GR701 ആൻഡ് ഹാപ്പി ടു ബിൽഡ് എ PC വിത്ത് ഇറ്റ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ക്യാബിനറ്റിൽ നമുക്ക് PC ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്ലോഗ്. നമ്മൾ ഇത് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ പുതിയ അപ്ഡേറ്റ്സുകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഇനി അടുത്ത വീഡിയോയിലൂടെയും നമ്മൾ അറിയുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇനി കിടിലുണ്ട് 2 PC ബിൽഡിന്റെ വീഡിയോസ്. നമുക്കിനിയിപ്പോൾ PC ബിൽഡ് വരുമ്പോൾ അതിന്റെ വീഡിയോസ് നിങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്. പിന്നെ മറക്കല്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ഡിസ്കോഡിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ഇപ്പോൾ ടെക് ഡൗട്ട്സുകൾ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കോഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ഓൺ ഇൻസ്റ്റാഗ്രാം.